ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മുഖത്ത് ഒരു പ്രത്യേക സന്തോഷം കാണുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മൾ സ്ത്രീകൾക്ക് പൊതുവെ ഷോപ്പിംഗ്, അത് പ്രത്യേകിച്ച് കിച്ചണിലേക്കോ നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് മേടിക്കാനാണെങ്കിൽ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അല്ലേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഷോപ്പാണ് ഐക്കിയ. അപ്പോൾ ഇന്ന് നമ്മൾ ഐക്കിയയിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഈ പോകുന്ന വഴിയിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഐക്യ എന്ന് പറയുന്നത് ഒരു സ്വീഡൻ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഒക്കെ സ്വീഡനിൽ നിന്നുള്ളതാണ്. ലോകത്തിൽ എല്ലായിടത്തും ഐക്യയുടെ ഷോറൂമുകളുണ്ട്. നമുക്ക് ഇന്ത്യയിൽ മുംബൈയിൽ 2 ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ബാംഗ്ലൂരാണ് ഏറ്റവും വലിയ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഐക്യ ഷോപ്പ് ഉള്ളത്. ഇവിടെ UAE നമുക്ക് 3 ഉണ്ട്, 2 ദുബായിലുണ്ട്, 1 അബുദാബിയിലുണ്ട്. അങ്ങനെ ലോകത്തുള്ള എല്ലാ കൺട്രികളിലും ഐക്യ ഷോറൂം ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ഐക്യ ഷോറൂമുകളിലും നമുക്ക് ഒരേ പ്രൊഡക്ഷനുള്ള സാധനങ്ങൾ കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ. അതും ഐക്യയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ഒരു ഇംഗ്ലീഷ് മൂവി കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വ്ളോഗുകളിലുള്ള പല വീടുകളിലും കാണുമ്പോൾ ഒരു ഐക്യ പ്രൊഡക്ട്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഐക്യ എന്നുള്ളതാണല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. വർഷങ്ങൾക്ക് മുന്നാണ് ഞാൻ ആദ്യമായിട്ട് ഐക്യ ഷോറൂമിൽ വിചാരണം ഞാനും കൂടി വന്നത് കേട്ടോ, മക്കളൊക്കെ ആയിട്ട്. അന്ന് വന്നപ്പോൾ വലിയൊരു ഷോപ്പാണിത്. നടക്കാൻ നമ്മൾ കണക്കാക്കിയിട്ട് തന്നെ വേണം ഐക്യയിലേക്ക് വരാനായിട്ട്. അന്ന് വന്ന് ഞാൻ ഈ ഒരു ഷോറൂം വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ വിജയന്റെ അടുത്ത് പറഞ്ഞു, ഓ ഇതൊക്കെ വലിയ കാശുകാർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയതൊന്നും ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ ഒരു മനോഭാവത്തോടെയാണ് ഞാൻ അന്ന് ഐക്യ മുഴുവൻ കറങ്ങി നടന്നത്. പക്ഷെ പിന്നീട് വീണ്ടും വന്നു. അപ്പോഴാണ് ഇവിടെ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളും അതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാനന്ന് കുറച്ച് തിങ്സ് ഒക്കെ വാങ്ങിച്ചു. ഈ ഐക്യ പ്രൊഡക്ട്സിന്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ കളറിലാണെങ്കിൽ ഒരു വൈറ്റ് ആഷ് അല്ലെങ്കിൽ ഒരു വുഡൻ ബ്ലാക്ക് ഇങ്ങനെയുള്ള കളറുകളിലാണ് അതിന്റെ കൂടുതലും പ്രൊഡക്ഷൻസും ആ ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ. പിന്നെ ഐക്യയില് മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഫർണിച്ചർ സെറ്റ്സ്, പിന്നെ ബെഡ്ഷീറ്റ്, ഒരു ബെഡ്റൂം ലിവിംഗ് റൂം ഡെക്കറേഷൻ ഐറ്റംസ്, പ്രത്യേകിച്ച് കിച്ചൺ യൂട്ടൻസിൽസ്, പിന്നെ ഗ്രീൻ പ്ലാന്റ്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. ഫുഡ് ഐറ്റംസിന് അവർ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. നമുക്ക് അവരുടേതായ ഒരു ചിപ്സും ബിസ്ക്കറ്റൊക്കെ അവിടെ കിട്ടും, അതിനവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ബാക്കി നമ്മുടെ നിത്യേന ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ചെറിയ ചെറിയ തിങ്സ്, അതാണ് കൂടുതൽ ഐക്യയുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് സാധാരണക്കാർക്കും മേടിക്കാവുന്ന അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് മേടിക്കുന്ന ഏതൊരു പ്രൊഡക്ഷനും അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ അത്രയും ക്വാളിറ്റിയോട് കൂടിയാണ് അവരത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഐക്യ പ്രൊഡക്ഷൻ ഉപയോഗിക്കുമ്പോൾ, അവരുടെ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ ഉപയോഗത്തിൽ അത് വളരെ സ്ട്രോങ്ങും റിജിഡിറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും അത്ര തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത്രയും മൂല്യത്തോടു കൂടി തന്നെയാണ് അവർ ഓരോ കസ്റ്റമറിനും അത് കൊടുക്കുന്നത്. ഐക്യയിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു ലിവിങ് റൂം അല്ലെങ്കിൽ കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മോഡൽ അവരോട് കൊടുത്തിരിക്കും. അപ്പോൾ ഇതിൽ പലതും കാണുമ്പോൾ ഇപ്പോഴേ ഇങ്ങനൊരു കാര്യം നമുക്ക് ഒറ്റയ്ക്ക് കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് മനസ്സിലാവില്ല. പക്ഷെ അവരതൊരു പ്ലേറ്റിൽ വെച്ചപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഒപ്പം തന്നെ ഓരോന്നിൻ്റെ പ്രൈസ് ടാഗും അവരവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ ഐക്യയുടെ ഒരു പ്രത്യേകതയാണ്, നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി അവരുടെ പിക്ചേഴ്സും വീഡിയോസും കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മളുടെ വീട്ടിലേക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന്. അതല്ലാതെ പല പ്രൊഡക്റ്റും നമ്മൾ ഒറ്റയ്ക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് എങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ യൂട്യൂബിലായാലും അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലായാലും വീഡിയോസ് കണ്ട് ഐക്യയിൽ ഷോപ്പ് ചെയ്യാൻ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ പറഞ്ഞ പോലെ നിത്യേന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ കേട്ടോ. അങ്ങനെയുള്ള വസ്തുക്കൾ നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയിലുള്ളത്, പ്രത്യേകിച്ച് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ, ഫ്രിഡ്ജിൽ വെക്കേണ്ട പാത്രങ്ങൾ, സ്പാച്ചുലകൾ, അങ്ങനെ എല്ലാതും നമുക്ക് ഐക്യയിൽ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു പുതപ്പ് കേട്ടോ, അത് നല്ല ചൂട് കിട്ടുന്നതാണ്, കുട്ടികളുടെ സൈസിലുള്ളതാണത്. പിന്നെ സെറ്റിയൊക്കെ നമുക്ക് നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ അനുസരിച്ച് ഏത് കളറിൽ വേണമെങ്കിലും നമുക്കത് സെലക്ട് ചെയ്യാം. അതിനോടനുബന്ധിച്ച് ഡെക്കറേറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഫ്രെയിംസ്, അതിൻ്റെ അടുത്ത് വയ്ക്കാൻ പറ്റിയ ലൈറ്റുകൾ, അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഐക്യയുടെ ഒരു പ്രത്യേകത, ഓരോ സാധനങ്ങൾ കൊടുക്കുമ്പോഴും അതിനെ
പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡെമോയും അവിടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം, കളർ അനുസരിച്ച് തന്നെ സെലക്ട് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ ഫ്ലവർ പോട്ട് നോക്കി, ഒരു കളറുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അതേ നമുക്ക് ലിവിങ് റൂമിലൊക്കെ ഒറ്റൊരു ചെയറായിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ കളർഫുള്ളായിട്ടുള്ള ചെയേഴ്സുകൾ. ഈ ഒരു പ്ലാന്റ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണത്. എനിക്ക് തോന്നുന്നു ഐക്യയിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ള ആളുകളുടെ വീട്ടിലൊക്കെ ഈ ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്ലാന്റും അത് ഏതിൽ വെക്കണം എന്നുള്ള പോട്ടും അതിൻ്റെ അടുത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അവരത് സെറ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വാഷ്റൂമിലൊക്കെ വെക്കാനും അല്ലെങ്കിൽ സിങ്കിൻ്റെ മേലെയുള്ള ഭാഗത്ത് വെക്കാനും അങ്ങനെയൊക്കെ ആണ് കൂടുതലും ഈ പ്ലാന്റ്സ് പല വീടുകളിലും വെച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഐക്യയിൽ വരുമ്പോൾ അവിടെ നമുക്ക് കോർണറുകളിലായിട്ട് പെൻസില്, നമുക്ക് അടയാളപ്പെടുത്താനുള്ള പേപ്പർ, മെഷറിംഗ് ടേപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളുടെയും ഇപ്പോൾ അളവ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അളവെടുത്ത് എഴുതി വെച്ച് നമുക്ക് ഈ കണ്ട കാര്യം നമ്മളുടെ വീട്ടിൽ എവിടെയെങ്കിലും സ്യൂട്ടാവുമോ എന്നുള്ളത് മെഷർമെൻ്റ് എടുത്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ചുരുങ്ങിയ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് ഓരോ സ്ക്വയർ ഫീറ്റിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഐക്യയിൽ പോകുമ്പോൾ കാണാറുണ്ട്, പലരും പേപ്പറും പെൻസിലൊക്കെ ആയിട്ടാണ് വരിക. അവർ വീട്ടിൽ നിന്നേ അളവെടുത്ത് മെഷർമെൻ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവരുടെ ഫർണിച്ചറുകൾ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്ന് ഫർണിച്ചറിൽ മെഷർമെൻ്റ് എടുത്ത് നോക്കും. അത് സ്യൂട്ടായിട്ടുള്ളതാണെങ്കിൽ അവരത് പിക്ക് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ മെഷർമെൻറ്റ് നോക്കുക എന്നുള്ളത് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഫർണിച്ചർ മേടിച്ച് അത് വീട്ടിൽ കൊണ്ടുവന്നിടുമ്പോൾ അത് അവിടെ സ്യൂട്ടായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ അത് പറ്റില്ല. നാട്ടിലെ വീടുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടുകളൊക്കെ ആകുമ്പോൾ നമുക്കത് എവിടെയെങ്കിലുമൊക്കെ ഇടാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ നമ്മുടെ സ്ഥലത്തിനനുസരിച്ചാണ് അറേഞ്ച് ചെയ്ത് പോകുന്നത്. ഇങ്ങനെയുള്ള ട്രേകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ എപ്പോൾ പോകുമ്പോഴും ഇതുപോലത്തെ ട്രേകളൊക്കെ ഈ കളറിൽ തന്നെയാണ് എന്നും കണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടൊരു ഡൈനിങ് ടേബിളിൻ്റെ ഒരു ശേഖരം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഐക്യയുടെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ വൈറ്റ് ആഷ് കളർ കോമ്പിനേഷനാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ സെറ്റ്. അതും വലുതും ചെറുതും വളരെ ചെറുതും ഒക്കെ ആയിട്ടുള്ള സെറ്റുകളുണ്ട്. നമുക്കിപ്പോൾ ഡൈനിങ് ടേബിൾ ഇതാണ് ഇഷ്ടമായത്, ചെയർ നമുക്ക് വേറെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവരത് സെറ്റ് ചെയ്ത് നമുക്ക് തരും. ഇപ്പോൾ ഈ ഐക്യയിലുള്ള ഐഡിയാസൊക്കെ ഇപ്പോൾ നമ്മൾ ഒത്തിരി കണ്ടു. കാരണം നമുക്ക് വ്ളോഗുകളിലൂടെ, വീടുകളുടെ വ്ളോഗുകളിലൂടെ, ഇൻറ്റീരിയർ ഡിസൈൻസിൻ്റെ വ്ളോഗിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ വലിയ അതിശയമൊന്നും ഈ കാണുന്നവർക്ക് തോന്നുന്നുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, കേട്ടിട്ടുള്ളതാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഐക്യ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഷോപ്പാണ്. അപ്പം ഞാൻ ഈ ഐക്യയിൽ വന്നിരിക്കുന്നത് ഒരു 10 വർഷത്തിന് മുന്നേ വന്നിട്ടുണ്ട്. അന്ന് ഈ ഐഡിയാസ് കാണുമ്പോൾ എനിക്കിതെല്ലാം പുതിയതായിരുന്നു. പ്രത്യേകിച്ച് ഈ ഷെൽഫ് ഓർഗനൈസേഴ്സൊക്കെ കാണുമ്പോൾ എനിക്ക് പുതിയ ഐഡിയകളായിരുന്നു അത്. ഇന്നിപ്പോൾ അത് നമ്മൾ ആമസോണിൻ്റെ വീഡിയോകളിലും മീഷോൻ്റെ മേടിക്കുന്ന വീഡിയോകളൊക്കെ കണ്ട് സുപരിചിതമായെന്ന് മാത്രം. ഇതാ ഞാൻ പറഞ്ഞത് വൈറ്റ് കിച്ചൺ. നമുക്കെപ്പോഴും ഒരു ഐക്യ കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു വൈറ്റ് കളർ കിച്ചണാണ് കേട്ടോ. അപ്പോൾ എല്ലാതും അവർ ആ ഒരു വൈറ്റ് കിച്ചനെ കോമ്പിനേഷൻ എങ്ങനെ വേണം എന്നുള്ള തീംസ് എല്ലാം അവരോട് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കും അതനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇവിടെ വന്ന് നോക്കിയാൽ നമുക്കൊരു വീട് പണിയുന്ന ആളുകൾക്ക് കുറേ ഐഡിയാസും കിട്ടും കേട്ടോ. ഒരു ചെറിയ കിച്ചൺ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതാണ് എപ്പോഴും കൂടുതൽ കഴിവ് വേണ്ട ഒരു കാര്യം. അപ്പോൾ കണ്ടോ, ഇതുപോലുള്ളൊരു മാറ്റ് നമ്മൾ ചുമരിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ മാറ്റിൽ കാണുന്ന ഹോളുകളിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു സ്പൂൺ വെക്കാനും പിന്നെ എന്തെങ്കിലും നമുക്ക് നൈഫൊക്കെ ഇട്ട് വെക്കാനായിട്ട് അങ്ങനെ ഓർഗനൈസേഴ്സാണ് ഈ ഇരിക്കുന്നത് എല്ലാം കേട്ടോ. ഇത് നമുക്ക് കിച്ചണിലോ നമ്മുടെ ബെഡ്റൂമിലോ കൂടുതൽ സ്പേസ്, ഇപ്പോൾ ഒരു വോളോ അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്കത് അത്രയും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അത്രയും ഭാഗം ഇത്രയും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഐക്യ എന്ന് പറയുമ്പോൾ ഐഡിയാസ് തരുന്ന ഒരു ഷോപ്പും കൂടിയാണ്. നമ്മളിത് മേടിക്കുക എന്നതിലുപരി നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോഴായാലും നമുക്കത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഇത് ഒരു ഐഡിയ നമ്മൾ വേറൊരു വീട്ടിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഐക്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാവും ഞാൻ പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു ഗ്രീൻ യെല്ലോ കളർ കോമ്പിനേഷനുള്ള ഒരു കിച്ചണാണ് കേട്ടത്. അപ്പോൾ അവരതിൻ്റെ ഷെൽഫുകളും അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്ന ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന ഈ ഒരു പാൻ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഈ ഒരു പാനിൻ്റെ വരെയും വില എത്രയാണെന്നുള്ളതും അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ, ഏത് കോർണറിൽ കണ്ടോ ഇതൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ ഒറ്റ ഒരു ഇതായിട്ട് കിട്ടിയാൽ നമ്മളിത് എന്ത് ചെയ്യുന്ന ആലോചിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ആണ് ഇത് നമുക്കൊരു കോർണറിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ പൈപ്പുകളാണല്ലേ, ഇതുപോലെ അങ്ങനെ എടുക്കുക, നമുക്ക് നന്നായി സിങ്കൊക്കെ നന്നായി വാഷ് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ പൈപ്പുകളും സിങ്കും എത്രയാണ് അതിൻ്റെ വില നിലവാരം എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ ഒരു ലുക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു എല്ലാതും. പിന്നെ നമ്മളിപ്പോൾ വെജിറ്റബിളൊക്കെ കഴുകിയിട്ട് ഇപ്പോൾ നമുക്ക് ഇതുപോലെ സ്ട്രെയിനറുകൾ വെക്കാം. അപ്പോൾ നമുക്കിതുപോലെ വെക്കാൻ പറ്റും. ഇതുപോലൊരു വൈറ്റ് കിച്ചണാണ് എപ്പോഴും ഐക്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇതുപോലൊരു കിച്ചൺ എവിടെ കണ്ടാലും നമ്മൾ ആലോചിക്കും അതൊരു ഐക്യ കിച്ചൺ ആണല്ലോ എന്നുള്ളത്. കാരണം കൂടുതലും കാണുന്നത് നമ്മൾ എപ്പോഴും ഈ ഒരു വൈറ്റ് തീമിലാണ്. ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ സ്റ്റോറേജുകളാണ് അവർ വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലൊരു ഷെൽഫിൽ നമുക്ക് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ടാണ് അതുപോലുള്ള ഓർഗനൈസേഴ്സ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ കിച്ചണിൽ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സ്റ്റാൻഡ്. ഇത് നമ്മൾ ഐക്യയിൽ നിന്ന് മേടിച്ചതാണ്. ഇതും ഈ ഒരു കാര്യം സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും പ്ലേറ്റ് വെക്കുമ്പോൾ ഇതിൽ ഹാങ് ചെയ്ത് നിൽക്കുമെന്ന്. കാണുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കർവേ ഉള്ളൂ, പക്ഷേ അത് വളരെ സ്ട്രോങ് ആണ്. നമ്മളിപ്പോൾ അത് വെച്ചിട്ട് ഏകദേശം 2 വർഷമായി. അതിനൊരു കുലുക്കവും ഇല്ല, ഒരു അനക്കവും ഇല്ല. സ്പെഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പക്ഷേ ഇത് നല്ല ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഇവിടുത്തെ പ്ലാന്റ്സ് നമ്മുടെ കിച്ചണിൽ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് പൊടി പറ്റിയാൽ നന്നായി വാഷ് ചെയ്തൊക്കെ കീപ്പ് ചെയ്യാം. നമുക്ക് ഹാങ് ചെയ്തോ ഇങ്ങനെ കോർണറിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഇതൊരു ചില്ല് ഗ്ലാസ്സുകളാണ്. ഇത് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കത് പൊട്ടാതെയും തട്ടാതെയും സൂക്ഷിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, ഒത്തിരി സ്പേസ് പോകും. അപ്പോൾ ഒരു കണ്ടോ, നമുക്കൊരു റാക്ക് ഉണ്ടെങ്കിൽ ആ റാക്കിൽ ഇതുപോലൊരു ചാനൽ കൊടുത്തിട്ട് അവരതിലോട്ട് ആ ഗ്ലാസ്സുകൾ കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു ഐഡിയ അല്ലേ. ഇതുപോലുള്ള സ്റ്റാൻഡുകളിൽ നമുക്ക് പാത്രങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അടക്കി വെക്കാം. ഇതുപോലുള്ള സ്റ്റാൻഡുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ ലിഡുകൾ വെക്കാനായിട്ടും കട്ടിംഗ് ബോർഡ് വെക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതും നമുക്കൊരു ഷെൽഫിൽ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ്. ഇതിപ്പോൾ ഞാൻ ഭയങ്കര ടൈറ്റായിട്ടിരിക്കണം, അല്ലെങ്കിൽ അത് എടുത്ത് കാണിക്കായിരുന്നു. ഞാൻ വേറെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കിച്ചൺ ഐലൻഡ് കിച്ചൺ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഐലൻഡ് കിച്ചണുകൾ നമ്മളുടെ വീടുകളിൽ ഇപ്പോൾ കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇവരിവിടെ ഇത് ഒരു സ്റ്റോറേജ് പ്ലസ് ഓവൻ സെറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇവിടെയുള്ളത് ഓവൻ കൊടുത്തിട്ടുണ്ട്, ഇത് സ്റ്റോറേജ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യാനുള്ള ബോട്ടിൽസ് അടക്കം അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കിച്ചൺ ട്രോളിയാണ് കേട്ടോ. നമുക്കിത് കൂടുതലും ഞാൻ ബ്ലാക്കും ഈ ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു കിച്ചണാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. നമുക്ക് എപ്പോഴും എടുക്കേണ്ടി വരുന്നത് ഓയിൽ, പിന്നെ ഉപ്പ്, പഞ്ചസാര, ചായപ്പൊടി, അങ്ങനെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മുകളിൽ വെക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്റ്റോർ താഴെ വെക്കാം. അപ്പോൾ ഇത് ചെറിയൊരു കിച്ചൺ ആണെങ്കിൽ നമുക്കത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് കോമ്പാക്റ്റ് ആയിട്ട് ഒതുങ്ങിയൊരു സ്ഥലത്ത് ഒതുക്കിയിടാം. നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇപ്പോൾ ദൂരെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഇതിങ്ങനെ അടുത്ത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. തിരിച്ച് വീണ്ടും നമുക്കിത് വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് പറ്റിയൊരു കോർണറിൽ, ഒരു ഫ്രിഡ്ജിൻ്റെ സൈഡിലോ അങ്ങനെ ഒരു കോർണറിലാക്കി വെക്കാം. ചെറിയൊരു കൗണ്ടർ ടോപ്പാണ്, അധികം സ്ഥലമില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെ എല്ലാതും നിരത്തി വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ട്രോളി. ആവശ്യം പോലെ എടുത്തു വയ്ക്കുക, അത് കഴിഞ്ഞാൽ തിരിച്ചാക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ നമുക്ക് കിച്ചൺ ഷെൽഫുകളൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടൊക്കെയാണ് എല്ലാവരും കിച്ചൺ ഷെൽഫുകളൊക്കെ ചെയ്യുന്നത്.
വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും കിച്ചൺ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പം അതിന് പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇട്ടത്. ഓരോ ഷെൽഫിലും നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഓർഗനൈസ് ചെയ്യാം. അതെ, ഈ ഒരു ട്രേയിൽ നമുക്ക് സ്പൂണ്, ഫോർക്ക്, നൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ഒരു വലിപ്പിൽ വെക്കുകയാണെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാതും ഇരിക്കും. അപ്പം അങ്ങനെ ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇത് നമുക്ക് നീളത്തിലുള്ള കയ്യിലുകളൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള പാത്രമാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല മെറ്റീരിയലാണ്. ഞാൻ വർഷങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. വെള്ളമൊക്കെ പോകാനായിട്ട് നമുക്ക് ഇതിൽ ഹോളുണ്ട്. ഇതിൻ്റെ അകംഭാഗമൊക്കെ നമുക്ക് സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകാം. ഒരു തുരുമ്പ് പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇത്ര വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ IKEA പ്രൊഡക്ട്സിനോടുള്ള നമ്മുടെ വിശ്വാസം. അത് തന്നെയാണ്. നമ്മൾ കാശ് കൊടുത്തൊരു കാര്യം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഓഫറിൽ വരുമ്പോൾ 3 ദിറംസിനൊക്കെ ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു 70 റുപ്പീസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇതൊക്കെ മേടിക്കാൻ കിട്ടും. ഇതിപ്പോഴും ഓഫറിൽ കിടക്കുന്ന പ്രൊഡക്റ്റുകളാണ്. നമ്മളിതൊക്കെ വീട്ടിൽ ഉണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാനിതൊന്നും പർച്ചേസ് ചെയ്യാത്തത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് IKEAയിൽ ഓൺലൈൻ ഷോപ്പിംഗ് നടന്നിരുന്നു. അതായത് അതിൻ്റെ ഒരു ഓഫേഴ്സ് നടന്നിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്ത് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ആൻഡ് കളക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് മേടിക്കണം. നമുക്ക് വീട്ടിലേക്കും അവർ ഡെലിവറി തരും. അപ്പോൾ ഡെലിവറി ചാർജ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും IKEA ഷോറൂമിൽ വരണം, നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കാർട്ടിലിട്ട് വെച്ചിട്ടൊക്കെ നമ്മൾ ലാസ്റ്റ് പേ ചെയ്യുന്ന അവിടെ നമുക്ക് കളക്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓരോന്നായിട്ട് കാണുന്നത് എൻ്റെ ബാസ്ക്കറ്റിലിടാത്തത്. കാരണം ഞാൻ ഓൾറെഡി കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണുന്ന ചില കാര്യങ്ങളൊക്കെ എടുക്കുന്നു മാത്രം. നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് എടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. നമ്മുടെ വലിയ വീടൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ചെറിയ വീടിന് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടു. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഷോപ്പിംഗ് നടത്തുന്നത് കേട്ടോ. ഇത് നമ്മുടെ കിച്ചണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതും ഈ ഹുക്കുകളും പാത്രങ്ങളൊക്കെ വേറെ ആയിട്ടാണ് മേടിക്കാൻ കിട്ടുക. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല ഇത് എന്ത് ചെയ്യാനാണ്. അപ്പോൾ അവരതിൻ്റെ മോഡൽ കൊടുത്തിരിക്കുന്നതാണ്. ഇങ്ങനെ സ്റ്റിക്ക് വാങ്ങിക്കാം, ഇങ്ങനെ ഹുക്കുകൾ ഇടാം. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ഇതിൻ്റെ ഒരു മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പൂണോ കയ്യിലോ പിന്നെ ചെടി വെച്ചിട്ട് ഹാങ്ങിങ് ചെടികളോ അങ്ങനെയൊക്കെ വെക്കാം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കിച്ചണിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. പലർക്കും പല ആഗ്രഹങ്ങളാണ്. ഒരു വീട് സെറ്റ് ചെയ്യുമ്പോൾ അത് പല കളറിലൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇവിടെ ഗ്രീൻ കളറ്, യെല്ലോ കളറ്, വൈറ്റ് പിന്നെ കോമൺ ആണ്, പിങ്ക് കളറ്, അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലും നമ്മളുടെ വീട് നമുക്ക് സെറ്റ് ചെയ്യാം. കൂടുതലും ഇവിടെ വൈറ്റും ബ്ലാക്കും കളർ കോമ്പിനേഷനിലാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ആ ഇരിക്കുന്ന സോപ്പ് ഡിസ്പെൻസറും നമ്മുടെ സ്പഞ്ചൊക്കെ വെക്കാനായിട്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഫോമിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഇരിക്കുന്ന ഒരു ബാസ്ക്കറ്റ് കാണുമ്പോൾ ഒരു സിമ്പിൾ ബാസ്ക്കറ്റ് ആണല്ലേ, പക്ഷെ അതിൻ്റെ ആ ഒരു കളറിലും ആ ഒരു വുഡും വരുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു ഭംഗിയാണ്. നമുക്ക് ഫ്രൂട്ട്സോ ബ്രെഡോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭംഗിയായി വെച്ചിട്ട് ഇതൊരു കിച്ചണിൻ്റെ ഒരു കോർണറിൽ വെക്കുകയാണെങ്കിൽ ഒരു ഭംഗിയായിട്ട് അതവിടെ ഇരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആമസോണിലും മീഷോയിലൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാനുള്ളത്. ഇത് ഇപ്പോൾ ചൂടുകാലമൊക്കെ വരുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വെജിറ്റബിൾ പീൽ ചെയ്യുന്ന ഇത് ഞാൻ ഇങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ട് വർഷങ്ങളായി ഞാൻ യൂസ് ചെയ്യുന്നു. ഇപ്പോഴും അതിൻ്റെ ബ്ലേഡിന് മൂർച്ചയ്ക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണിത്. കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ടാണ് പിങ്കും യെല്ലോയും ഗ്രീനൊക്കെ ആയിട്ട് കളർഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നമ്മുടെ മക്കളും ഉപയോഗിച്ചിരുന്നത് ഈ സെയിം സ്റ്റഡി ടേബിൾ തന്നെയാണ്. ഇപ്പോൾ അവർ പോയപ്പോൾ പിന്നെ നമ്മളത് ഒഴിവാക്കിയതാണ്. കുറേ കാലം അവർ ഉപയോഗിച്ചിരുന്നു. നല്ലൊരു ടേബിളാണ്. ഇപ്പോൾ ഓഫീസിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇരിപ്പൊരു വലിയ പ്രശ്നമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് കംഫർട്ടായിട്ട് ഇരിക്കാനുള്ളൊരു പാഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഇത് എങ്ങനെ വെക്കും, അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെക്കാം. ഞാൻ ഇരുന്ന് നോക്കി, നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇതുപോലൊരു ടേബിള് നമ്മൾക്ക് ഇന്ന് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബില്ലിൽ കൊടുത്തിരിക്കുന്ന ഓരോ ബില്ലിലും ആ പ്രൊഡക്റ്റിൻ്റെ ഒരു നമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ നമ്മൾ ഫോട്ടോ എടുക്കുക.
എന്നിട്ട് ഇവിടെ നമുക്ക് അടുത്തടുത്ത് കൗണ്ടറുകളുണ്ട്. ഇല്ലെങ്കിൽ താഴത്തെ ബില്ലിംഗ് സെക്ഷനിൽ പോയിട്ട് പറയുകയാണെങ്കിൽ ഈ സെയിം പ്രൊഡക്റ്റ് നമുക്ക് അവരപ്പോൾ തന്നെ അവർ സിസ്റ്റത്തിൽ കാണിച്ചു തരും. ഓക്കെ ആണോ എന്ന് ചോദിക്കും. അങ്ങനെ നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ. ഈ ബില്ലിംഗ് നമ്പറാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്വീഡൻ ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പേരുകൾ അതുമ്മ കാണണമെന്നില്ല. ഒരു സ്വീഡൻ നെയിമുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ നമ്പർ ഓർത്ത് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് കയ്യിൽ കിട്ടും. ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ബെഡ്റൂമാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നോക്കി, ഇത്രയും സ്ഥലത്തിൽ അവരെന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബെഡ് ഇട്ടിട്ടുണ്ട്, ഷെൽഫ് ഇട്ടിട്ടുണ്ട്, മിറർ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം സ്റ്റോറേജ് ബുക്സിന് കൊടുത്തിട്ടുണ്ട്, കബോർഡുകളുണ്ട്. എല്ലാം ഒരു ഇത്രയും പോകുന്ന സ്പേസിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ആ ഒരു കളർ തീമൊക്കെ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബെഡ്റൂം എങ്ങനെ സെറ്റ് ചെയ്യണം പോട്ടോ. അവിടെ സൈഡിലുള്ള പാനൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇങ്ങനെ കൊടുക്കാം. നടുവിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെ ചെയ്യാം. നടുവിൽ നമുക്കൊരു ഫ്രെയിം വെക്കാം, നമ്മളുടെ ഫോട്ടോ വെക്കാം. അപ്പോൾ നമുക്കൊരു ബെഡ്റൂം എങ്ങനെ സെറ്റ് ചെയ്യാൻ തന്നെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് അതുപോലെ ഒരു ഐഡിയ തന്നെ നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരു അറബിക് ടച്ചിലുള്ളൊരു റൂമാണ് ഇത് കാണുന്നത്. അപ്പോൾ അത് വേറൊരു വ്യത്യസ്തതയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. വേറൊരു കളർ കോമ്പിനേഷനാണ്, വേറൊരു തീമാണ്. ഇത്തിരി ഒരു എന്താ പറയുക, ഒരു അറബിക് ടച്ച് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡാർക്ക് കളറാണ്. പിന്നെ ഒരു പഴമയുടെ ഒരു ടച്ചിലാണ് അവരിത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു മോഡേൺ ലുക്കിലുള്ള ഒരു ബെഡ്റൂം ആണെങ്കിൽ ഇതൊരു പഴമയുള്ളൊരു ലുക്കിലുള്ളൊരു ബെഡ്റൂം എന്നാൽ പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ളൊരു കൺസെപ്റ്റിൽ. നമ്മൾ നേരത്തെ കണ്ട 2 റൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ബേബി റൂം അല്ലെങ്കിൽ ഒരു കിഡ്സ് റൂം പോലെ ഉണ്ടല്ലേ. അതിൻ്റെ ഒരു കളറുകളൊക്കെ ഒരു ബേബി റൂമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ക്രാഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു മേഘങ്ങളും ലൈറ്റൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേറൊരു തീമിലുള്ളൊരു റൂമാണ്. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് ഒരു ചെറിയൊരു വീട്. അപ്പോൾ ഒരു വീട് തന്നെയാണ് അവർ ഇതിൻ്റെ ഉള്ളിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ഒരു പാസേജ്, അപ്പോൾ ഒരു ചെറിയ ഒരു ടേബിൾ നമുക്ക് ഇങ്ങനെ ഇടാം. കാരണം സ്ഥലം കുറഞ്ഞ് ജീവിക്കുന്നവർക്കാണ് ഓരോ സ്ക്വയർ ഫീറ്റിനും ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇവിടെ നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ കടക്കുന്നത് ഒരു ലിവിങ് റൂമിലോട്ടാണ്. അപ്പോൾ ഒരു ലിവിങ് റൂമിന് വേണ്ടത്ര രീതിയിൽ ചെറിയൊരു റൂമിൽ തന്നെയാണെങ്കിലും വളരെ വെൽ ഓർഗനൈസ്ഡ് ആയി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഒരു ലിവിങ് റൂം, ആ ലിവിങ് റൂമിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു കിച്ചൺ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കിച്ചണിൽ ഇപ്പോൾ ഡൈനിങ് ടേബിൾ വേറെ സെപ്പറേറ്റ് ഇടണ്ട. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വശം നമുക്ക് കൗണ്ടർ ടോപ്പായിട്ടും യൂസ് ചെയ്യാം, ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരിക്കാം. ഈ കിച്ചൺ ചെറുതാണെങ്കിലും ഉള്ളത്ര എല്ലാ സ്ഥലവും സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, ട്രോളി കെട്ടി വെച്ചിട്ടുണ്ട് അവർ. ഇതുപോലൊരു സ്ഥലം കോമ്പാക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചവർക്കാണെങ്കിൽ നമുക്കിവിടെ ഒരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ ഒരു വീട്ടുകാർക്ക് ഉപയോഗിക്കാനായിട്ട് അവരുടെ ഒരു ലോണ്ട്രി റൂമാണിത്. അപ്പോൾ അവർ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവരവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട്ടുകാർക്ക് ഇനി ഒരു വാഷ്റൂം വേണം. അപ്പോൾ അവരുടെ ഏറ്റവും ചെറിയൊരു സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു വാഷ്റൂം. അപ്പോൾ അങ്ങനെ ഒരു ബെഡ്റൂമും ലിവിങ് റൂമും കിച്ചനും വാഷിംഗ് ഏരിയയും വാഷ്റൂമും അങ്ങനെ കൂടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടിയിട്ടുള്ളൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളിതിൽ ബെഡ്റൂം ഉണ്ട് കേട്ടോ. ബെഡ്റൂം ഞാൻ കാണിച്ചില്ല എന്നോളൂ. ആ വീടിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ലിവിങ് റൂമിൻ്റെ ഈ സൈഡിലായിട്ടാണ് ബെഡ്റൂം. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ബെഡ്റൂം. അതിൻ്റെ ചുറ്റും സ്റ്റോറേജും അലമാരികളും മിറർ സ്റ്റാൻഡും സ്റ്റഡി ഏരിയ ഉള്ളവർക്കാണെങ്കിൽ സ്റ്റഡി ടേബിളും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ സ്പേസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കിടന്നുറങ്ങാൻ നേരം നമുക്ക് ഈ ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലിവിങ് റൂമിൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഉറങ്ങേണ്ടവർക്കാണെങ്കിൽ ഉറങ്ങാം. അങ്ങനെ ഒരു വീട് തന്നെ മൊത്തത്തിൽ, അതായത് റൂംസും വാഷ്റൂമും കിച്ചനും അടക്കം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് മുഴുവൻ അവരിവിടെ കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടോ, സ്ലൈഡിങ് ഡോറാണ്. അപ്പോൾ പിന്നെ ഡോറ് തുറന്നിട്ടിട്ടുള്ള സ്പേസ് കളയേണ്ട കാര്യമില്ല.
അങ്ങനെ മൊത്തത്തിലൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതെല്ലാം പല തരത്തിലും കളറിലും വലിപ്പത്തിലുള്ള മാട്രസുകളും ബെഡുകളും ഒക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടുത്തുള്ള എന്താ പറയുക സൈഡ് ടേബിള് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതിൻ്റെ ഒരു നമ്പർ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നമ്പർ ഫോട്ടോ എടുക്കാം. നമുക്ക് ആ നമ്പർ ഇവിടെ അടുത്തടുത്ത് തന്നെ അവർ സിസ്റ്റമായിട്ട് കൗണ്ടറായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ അത് നമ്മളുടെ ഓർഡർ റെഡിയാക്കും. ഇത്ര വലിയൊരു ഷോറൂമിൽ നമ്മൾ എങ്ങനെയാ ഈ വഴി മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഓരോ പാസേജിലും. ഈ ഏരോ മാർക്ക് അനുസരിച്ചാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരതിൻ്റെ 2 വശങ്ങളിലും കോർണേഴ്സിലൊക്കെ ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഡബിൾ ഡക്കർ ബെഡാണ്. ഞാൻ പറഞ്ഞല്ലോ, വിദേശ രാജ്യങ്ങളൊക്കെ ജീവിക്കുമ്പോൾ സ്ഥലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്ക്വയർ ഫീറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2 മക്കളുള്ളവർക്ക് വലിയ ബെഡ് ഇടണം അല്ലെങ്കിൽ 2 ബെഡ് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം അതിനനുസരിച്ച് വേണം. അപ്പോൾ ഒരു റൂമിൽ തന്നെ ഇതുപോലെ ഡബിൾ ഡക്കർ ബെഡ് ഇടുകയാണെങ്കിൽ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു കിഡ്സ് റൂം നമുക്ക് അവരുടെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഡബിൾ ഡക്കർ ബെഡ്, മുകളിലും ബെഡ് താഴെയും ബെഡ്. ഇത് വേറൊരു കൺസെപ്റ്റാണ്. അതായത് ഇത് ഇത്തിരി വീതിയുണ്ട്. അപ്പോൾ 2 കുട്ടികൾക്ക് കിടക്കാം. അപ്പോൾ ബെഡ് മുകളിൽ പോയി അതിൻ്റെ നേരെ താഴെയുള്ള സ്ഥലം സ്റ്റഡി ടേബിള് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ അവരുടെ സ്റ്റഡി ടേബിളും പിന്നെ അവരുടെ കട്ടിലും എല്ലാ കാര്യങ്ങളും കഴിയും കേട്ടോ. അപ്പോൾ ഒരു സ്റ്റഡി ടേബിൾ അവരുടേതായ കാര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ള ഓരോ തിങ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളിതൊക്കെ കാണുന്ന ഒരു കിഡ്സ് റൂമുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മോഡൽസ് ആണ് കേട്ടോ. കിഡ്സ് റൂമുകളും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബെഡിൽ കിടക്കുമ്പോൾ അവരെ കളിപ്പാട്ടങ്ങളും അവരെ പാവകളൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഗമാണിത്. കിഡ്സുമായി ബന്ധപ്പെട്ട് റൂമിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് ഐക്കയുടെ ഉള്ളിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒരു ട്രോളി എടുക്കും. അതിലേക്കല്ലേ നമ്മൾ ബിസ്ക്കറ്റും നമുക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തിടാം. അതുപോലെ നമുക്ക് ഇവിടുന്ന് ട്രോളി എടുക്കാം. ഈ ട്രോളി എടുത്തിട്ട് നമുക്ക് വേണ്ട ഫുഡിൻ്റെ കൗണ്ടറിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് വേണ്ട ഫുഡ് മേടിച്ച് നമ്മൾ ട്രോളിയിൽ വെക്കുക. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും മേടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ബില്ല് ചെയ്യാൻ വരുന്ന പോലെ അവിടെ കൗണ്ടറിൽ നിങ്ങൾ കാണുന്നില്ലേ അതുപോലെ ബില്ല് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബില്ലാക്കി തരും. പിന്നെ നമ്മളുടെ എല്ലാ എടുത്ത ഫുഡൊക്കെ ഒരു വലിയ പ്ലേറ്റിൽ സെറ്റ് ചെയ്തവർ നമുക്ക് തരും. നമ്മൾ ഈ ടേബിളിൽ വന്നിരുന്ന് കഴിക്കും. അങ്ങനെയാണ് ഐക്കയിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മളുടെ നാടൻ ഭക്ഷണങ്ങളൊന്നും കിട്ടില്ല. എല്ലാം വെസ്റ്റേൺ ടച്ചുള്ള ഫുഡുകളായിരിക്കും. എന്നാലും നമ്മളുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളുടെ ഐക്യ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് താഴേക്ക് അടുത്ത ബിൽഡിങ്ങിൽ അടുത്ത നിലയിലേക്ക് നമുക്ക് ഇറങ്ങണം. പക്ഷെ എൻ്റെ ഫോണിൽ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫോണിൽ ചാർജും തീരാറായി. അപ്പോൾ ഇനി മുന്നോട്ടുള്ള വീഡിയോ എത്രമാത്രം പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ ഫുഡ് ഐറ്റംസും മേടിക്കുകയാണ്. അവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് പലതിൻ്റെയൊക്കെ പ്രൈസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ നമ്മൾ കൗണ്ടറിൽ നിന്ന് ഓരോന്ന് വാങ്ങിച്ച് നമ്മൾ ട്രോളിയിൽ വെച്ച് നമ്മൾ ലാസ്റ്റ് ഇവിടെ വന്ന് ബില്ല് പേയ്മെൻറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രമാണ് ഞാൻ ഇങ്ങനൊരു ബില്ലിംഗ് സിസ്റ്റവും ഫുഡ് കളക്ട് ചെയ്യുന്നൊരു മെത്തേഡും കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് അവർക്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ ഫുഡുകളല്ല, ഒരു വെസ്റ്റേൺ ടച്ചുള്ള ഫുഡുകളാണ്. പക്ഷെ നമുക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടും. പ്രോൺസും പിന്നെ ചിക്കൻ നഗറ്റ്സ്, ഫ്രൈസ്, അങ്ങനെ നമ്മുടെ മക്കളും നമ്മളൊക്കെ കഴിച്ച് വരുന്നത് തന്നെ നമുക്ക് എവിടെയും കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളങ്ങനെ മീറ്റ് ബോൾസും പൊട്ടാറ്റോ സ്മാഷും അതിൻ്റെ സോസുകൾ ഒക്കെ മേടിച്ചു. ഡ്രിങ്ക്സ് നമുക്ക് അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും പോയി എടുക്കാം. അങ്ങനെ നമ്മളവിടെ ഫുഡൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അകലെ ഒരു ബോർഡ് കണ്ടത്. അപ്പോൾ ആ ബോർഡിൽ ഞാൻ നോക്കിയപ്പോൾ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. നീ കണ്ടോ? മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ദുബായിലൊരു പബ്ലിക് സ്പേസിൽ അല്ലെങ്കിൽ ഒരു മോളിലൊക്കെ മലയാളം എഴുതി വെച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് നോക്കി.
അപ്പോൾ ഇത് തന്നെയായിരിക്കും അവിടെ പല ഭാഷകളിലായിട്ട് എഴുതി വെച്ചിരിക്കുന്ന മീൻ ചെയ്യുന്ന സെൻറ്റൻസ് തന്നെയായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ മലയാളത്തിലും എഴുതിയിട്ടുണ്ട്, ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ രാജ്യത്തിനെ പ്രതിനിധീകരിച്ച് 2 ഭാഷകൾ, ഹിന്ദിയുണ്ട്, പിന്നെ അതിൽ മലയാളമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻസിന് ഈ ഒരു ഐക്യ എന്ന് പറയുന്ന ഈ കമ്പനിക്കാർ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് തോന്നിയപ്പോൾ എനിക്കത് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. നമ്മളിങ്ങനെ ഷോപ്പുകളിൽ, മലയാളം ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട് പേര് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു പബ്ലിക് സ്പേസിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. നമ്മൾ വീണ്ടും താഴത്തെ ഫ്ലോറിലോട്ട് നമ്മൾ പർച്ചേസിങ് ഒക്കെ ആരംഭിച്ചു. അപ്പോൾ നൈഫ് മൂർച്ച കൂട്ടുന്ന സംഭവം, പിന്നെ നമുക്ക് നാരങ്ങയും മുസമ്പിയൊക്കെ ജ്യൂസ് എടുക്കുന്നത്. ഇപ്പം ഈ കാണുന്നതൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ ആമസോൺ ഷോപ്പിങ്ങുകളൊക്കെ കണ്ട് നമുക്ക് കോമൺ ആയി. പക്ഷെ ഇത് വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പം ഞാനൊരു 10 വർഷം മുന്നേ വന്നപ്പോഴും ഇതേ സ്ഥലത്ത് ഇതേപോലെ തന്നെയാണ് ഐക്യ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കളേഴ്സിലൊക്കെ ഡിഫറെൻ്റ് ഉണ്ടായെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത്രയും വർഷം മുന്നേ തന്നെ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത് കാണുമ്പോൾ വലിയ അതിശയമൊന്നും തോന്നുന്നില്ലെങ്കിലും ഈ ഒരു ഐഡിയാസൊക്കെ ഐക്യ വർഷങ്ങൾക്ക് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ ബാത്റൂം ടൈലുകൾ, സിങ്കൊക്കെ കഴുകാൻ പറ്റുന്ന ബ്രഷുകളാണ്. ഇതിനൊക്കെ 2 dirhams 3 dirhams ഒക്കെ വിലയുള്ളൂ. അത് നമുക്ക് ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ നമുക്കതിങ്ങനെ ടൈലിലോ അല്ലെങ്കിൽ സിങ്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. എയർ ടൈറ്റ് ആയിട്ട് അത് അവിടെ ഇരുന്നോളും. പിന്നെ ഗ്ലൗസുകൾ, പിന്നെ ചെറിയ ചെറിയ ബോട്ടിൽസ്, നമുക്ക് ഓയിൽ ഒഴിച്ച് വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് സോസുകൾ ഒഴിച്ച് നമുക്ക് ടേബിളിൽ വെക്കണമെങ്കിലോ അതിന് പറ്റുന്ന ബോട്ടിൽസാണത്. പ്ലേറ്റുകളൊക്കെ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ അനുസരിച്ച് കളർ സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് പാത്രം വാഷ് ചെയ്ത് അതുപോലെ സ്റ്റാൻഡിൽ വെക്കാം. സ്പൂണൊക്കെ ഇടാനുള്ളൊരു ഭാഗം അവർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റ്, നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി ഈ ഒരു മാറ്റിൽ വെക്കുകയാണെങ്കിൽ ആ മാറ്റിലോട്ട് അതിൻ്റെ വെള്ളം അബ്സോർബ് ചെയ്ത് പൊക്കോളും. നമുക്ക് പാത്രങ്ങളൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും ചെയ്യും. പിന്നെ ഐക്യയിൽ വന്നാൽ ഞാൻ മറക്കാതെ മേടിക്കുന്ന കാര്യമാണ് ഈ സിപ്പ് ലോക്ക് കവർ. അതിൻ്റെ ആ ലോക്കിംഗ് സിസ്റ്റം വെരി ഗുഡാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പപ്പടം കൊടുത്തയക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ നമുക്ക് സിപ്പ് ലോക്ക് കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കണമെങ്കിലോ നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പ്ലേറ്റുകൾ വെക്കുന്ന സ്റ്റാൻഡ്. ഇതൊന്നും ഒരു തുരുമ്പ് പിടിക്കോ കളർ പോവോ ഒന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ എത്ര വെള്ളം വീണിട്ടായാലും അതിൻ്റെ ആ ഒരു കമ്പിക്കൊന്നും ഒരു പ്രശ്നം വരില്ല. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ അടക്കുപാത്രം പോലത്തെ പാത്രം, നല്ല കനമുള്ള പാത്രം. ഇത് സ്റ്റോറേജ് പാത്രങ്ങൾ. ഇതുപോലെ ഈ ഒരു ഗ്രീൻ തന്നെ ഞാൻ വർഷങ്ങൾ ഉപയോഗിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ ഉപയോഗിക്കുന്നതായിരുന്നു. കണ്ട് മടുത്ത് ഞാൻ കളഞ്ഞതാണ് കേട്ടോ. അതല്ലാതെ അതൊന്നും പൊട്ടിയിട്ടോ നാശമായിട്ടോ നമുക്ക് കളയാൻ പറ്റില്ല. ഇവിടെ മുഴുവൻ പാനുകളും അങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ്. ഞാൻ കണ്ടപ്പോൾ ഒരു പാനിൻ്റെ വില 245 dirhams, 5000 രൂപയ്ക്ക് മേലെയുണ്ട് ആ ഒരു പാനിൻ്റെ വില. ഞാനത് എടുത്തു നോക്കിയപ്പോഴോ ആ വിലയ്ക്കനുസരിച്ചുള്ള വെയിറ്റ് തന്നെ അതിനുണ്ട്. അപ്പം ഞാൻ ഇതിനടുത്ത് പറയായിരുന്നു 5000 രൂപ കൊടുത്ത് പാനും മേടിക്കണം, പിന്നെ കൈ ഒടിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടാനും വേണം അടുത്തൊരു 5000. അത്രയും കനമുള്ള പാത്രം. നമുക്ക് ലിഡുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാത്രത്തിന് എക്സ്ട്രാ ലിഡ് മേടിക്കണമെങ്കിലും പല അളവിലുള്ള ലിഡുകൾ അവിടെ ഉണ്ട്. നമ്മുടെ പാത്രത്തിൻ്റെ ഡയാമീറ്റർ ഒന്ന് അളവ് വെച്ച് വന്നാൽ മതി. ഇത് ചൂടുള്ള പാത്രങ്ങൾ വെക്കാനുള്ള മാറ്റാണ്. നല്ല കളർഫുൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് ചെറിയ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറുകൾ, നമുക്ക് അച്ചാറൊക്കെ ആവശ്യത്തിന് വേണ്ടത് മാത്രം ചെറിയ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ടേബിളിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റുന്ന കണ്ടെയ്നറാണ് കേട്ടോ അത്. പിന്നെ ഇനി ഒരു ലൈറ്റുകളുടെ ഒരു ശേഖരം തന്നെയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പതുക്കെ വിജയേട്ടൻ വളരെ സ്ലോ ആവും. കാരണം ഓരോ ലൈറ്റിൻ്റെ കളറുകൾ, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ബട്ടൺ, അതിൻ്റെ പ്രവർത്തനമൊക്കെ നോക്കി വന്നിട്ട് കുറേ സമയം പിടിക്കും. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതും ഐക്യന്ന് മേടിച്ച ലൈറ്റ് തന്നെയാണ്. പല കളറിൽ പല ഷേപ്പിൽ ഒക്കെ കിട്ടും. ക്രിസ്മസ് ടൈമിൽ ഐക്യയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും മേടിച്ചില്ലെങ്കിലും ആ ഒരു ലൈറ്റിംഗ് ഭാഗം, ഡെക്കറേഷൻ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഐക്യയുടെ സ്റ്റോർ റൂം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് നമ്മളുടെ കാർട്ടിലേക്ക് ഇപ്പം തന്നെ പിക്ക് ചെയ്തിടാം, നമ്മളുടെ കയ്യിലുള്ള ട്രോളിയിലിടാം. അതല്ലാതെ വലിയ ഫർണിച്ചറുകൾ, ലൈറ്റുകൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അവർ പ്രൈസ് ടാഗിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ആ നമ്പർ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് സർവീസ് ഡെസ്കുകളുണ്ട്. ഇതുപോലെ സർവീസ് ഡെസ്കിൽ വന്ന് കൊടുത്താൽ അവർ ആ നമ്പർ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ മേടിച്ച പ്രൊഡക്റ്റ് കളറ് ഒക്കെ ഓക്കെ ആണോ നമ്മൾ ചോദിക്കും. ഓക്കെ ആണെങ്കിൽ ഇവിടെ നിന്നാണ് അവർ ആ ഒരു സംഭവം നമുക്ക് എടുത്തു തരുന്നത്. അത് ഓൾറെഡി പാക്ക് ചെയ്ത് വെൽ പാക്ക്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്.
നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളുടെ ഹോം ഡെലിവറി അഡ്രസ്സ് കൊടുത്താൽ അവരത് ആ അഡ്രസ്സിലോട്ട് ഡെലിവറി ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ആ കണ്ടിരിക്കുന്ന എല്ലാത്തിൻ്റെയും പാക്ക് ചെയ്തിട്ടുള്ള വലിയൊരു സ്റ്റോർ റൂമാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ നമ്മൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ മുകളിൽ കണ്ട വീണ്ടും ആ ചെറിയ ചെറിയ കിച്ചണിലേക്ക് ആവശ്യമുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വീണ്ടും അവർ ചെറിയ ചെറിയ കൗണ്ടറുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളും നല്ല രീതിയിൽ ഐക്യ ഷോപ്പിംഗ് ഒക്കെ പൂർത്തിയാക്കി. സമയം ഒരുപാട് വൈകി, വരുന്ന വഴി നല്ല ട്രാഫിക് ഒക്കെ ആയിരുന്നു. സമയം വൈകി, നല്ല ടയർഡായിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.